എന്തൊക്കെ ചെയ്തിട്ടും താരൻ പോകുന്നില്ലെന്നുള്ളത് പരാതിയിലിരിക്കുകയാണോ? ഒരു 5 ടിപ്സ് പറഞ്ഞു തരട്ടെ. അതിനുശേഷം ഒരു പ്രോഡക്റ്റ് കൂടെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്കാൽപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. വേറൊന്നുമില്ല, നമ്മളെപ്പോഴും നമുക്ക് ഈ താരനുള്ളവർക്ക് വീണ്ടും വീണ്ടും താരൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എൻ്റെ അറിവിൽ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, പെർമനൻ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല താരൻ എന്ന് പറയുന്നത്. സ്കാൽപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് താരൻ പോവുള്ളൂ. നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മൾ ആ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക. അത് ഒരു റുട്ടീൻ ചെയ്യുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. അതാണ് ഫസ്റ്റ് തിങ്. കൺസിസ്റ്റൻസി ഈസ് കീ എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണി കണ്ട ഷാമ്പൂ ഒന്നും വാരി യൂസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പല ബ്രാൻഡ്സിൻ്റെ ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊക്കെ ആൻറ്റി ഡാൻഡ്രഫ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുമ്പോൾ അത് വാങ്ങി യൂസ് ചെയ്യാൻ പാടില്ല. നോ, ബിഗ് നോ. എപ്പോഴും മെഡിക്കേറ്റഡ് ഷാമ്പു യൂസ് ചെയ്യുക. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കാൽപ്പ് നോക്കിയിട്ട് ഏത് തരത്തിലുള്ള ഡാൻഡ്രഫ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പറ്റിയ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു വാങ്ങി യൂസ് ചെയ്യണം. അത് ആഴ്ചയിൽ 2 ദിവസമായിരിക്കും യൂസ് ചെയ്യാൻ പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ. പിന്നെ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലേക്ക് അത് കുറയുമ്പം അങ്ങനെ യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന റെഗുലർ ഇൻ്റർവെല്ലിൽ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിലേക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു തന്നെ യൂസ് ചെയ്യുക. അടുത്ത 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ്. പില്ലോ കവർ മാറ്റുക. വീക്ക്ലി വൺസ് എങ്കിലും പില്ലോ കവർ ചേഞ്ച് ചെയ്യുക. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ കിടക്കുമ്പം തലയൊക്കെ ചൊറിയുമ്പം നമ്മുടെ തലയിൽ നിന്ന് ഇളകിയൊക്കെ നമ്മുടെ പില്ലോയിലൊക്കെ വീഴാറുണ്ട്. പില്ലോയിലൊക്കെ അതിൻ്റെ റെസിഡ്യൂസ് കാണും. പിന്നെ നമ്മൾ കുളിച്ചിട്ട് അതിൽ തന്നെ പോയി കിടക്കുമ്പം നോ യൂസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നിർബന്ധമായും പില്ലോ കവർ ചേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹെയർ ബ്രഷും ഹെയർ കോമ്പും. ഇത് രണ്ടും വീക്ക്ലി ക്ലീൻ ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എപ്പോഴാണോ മെഡിക്കേറ്റഡ് ഷാമ്പു യൂസ് ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ കുറച്ച് ഷാമ്പു എടുക്കുക, ഡൈല്യൂട്ട് ചെയ്യുക. അതിനകത്ത് ഈ നമ്മുടെ ഹെയർ ബ്രഷ് കോമ്പൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം തേച്ച് കഴുകിയെടുക്കുക. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പില്ലോയുടെ കേസ് പോലെ തന്നെ നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും മെഡിക്കേറ്റഡ് ഷാമ്പു യൂസ് ചെയ്യും എല്ലാം ചെയ്തിട്ട് ഈ എപ്പോഴും റെഗുലർലി യൂസ് ചെയ്യുന്ന ചീപ്പ് എടുത്ത് വെച്ചിട്ട് ചീകുമ്പോൾ അതിനകത്ത് അതിൻ്റെ റെസിഡ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക സ്കാൽപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കില്ല. നിർബന്ധമായും നിങ്ങളുടെ ഹെയർ ബ്രഷും കോമ്പും വീക്ക്ലി വൺസ് ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല എനിക്ക്. കാരണം എന്ന് വെച്ചാൽ താരൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. ഫംഗൽ ഡാൻഡ്രഫ് ഉണ്ട്, അല്ലാതെ ഡ്രൈ സ്കാൽപ്പിൽ വരുന്ന ഡാൻഡ്രഫ് ഉണ്ട്, ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുഴഞ്ഞു ഇരിക്കുന്ന പോലത്തെ ഓയിലി സ്കാൽപ്പിൽ വരുന്ന ഡാൻഡ്രഫ് ഉണ്ട്. അപ്പം അത് നിങ്ങളുടെ ഡാൻഡ്രഫ് ഏതാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാൻ. ഹോട്ട് ഓയിൽ മസാജ്, വീക്ക്ലി വൺസ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അത് സ്കാൽപ്പിൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിലിൻ്റെ ഗുണങ്ങളും നമുക്ക് മുടിക്ക് കിട്ടും. പിന്നെ ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ, നമ്മുടെ സ്കാൽപ്പ് ഡീപ്പ് ക്ലീൻ ചെയ്യാനും ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡേഷനാണ്, സ്കാൽപ്പ് സ്ക്രബ്. നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്ന, സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന സ്ക്രബാണ് ഇത്. പല വേരിയൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഇങ്ങനെ വാക്സ് പോലെ ഇരിക്കുന്ന ഗ്രെയിനി ടെക്സ്ചറുള്ള സ്കാൽപ്പ് സ്ക്രബ് അവൈലബിൾ ആണ്. നല്ല സിറം പോലെ, ക്രീം പോലെ ഇരിക്കുന്ന സ്കാൽപ്പ് സ്ക്രബ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിറം പോലത്തെ സ്കാൽപ്പ് സ്ക്രബാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് ഐറ്റം. ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് പിൽഗ്രിം പാറ്റ്വ ആൻഡ് AHA BHA സ്കാൽപ്പ് സ്ക്രബ് ഫോർ ഡീപ്പ് ക്ലെൻസിങ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിറം ടൈപ്പാണ്, ഒരു ക്രീം പോലത്തെയാണ്. എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഡാൻഡ്രഫും ഇച്ചിനെസ്സും ചൊറിച്ചിലും ഒക്കെ കുറയ്ക്കും. പിന്നെ പ്രോഡക്റ്റ് ബിൽഡപ്പ്, സ്ഥിരമായിട്ട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ സ്കാൽപ്പിൽ ബിൽഡപ്പ് ചെയ്യും. ഇങ്ങനെ അത് കുറേ ഇങ്ങനെ ലെയർ പോലെ അടിയും. നമ്മളറിയില്ല, നമ്മൾ സാധാ ഷാമ്പു ചെയ്താൽ അത് പോകത്തില്ല. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ല പ്രോഡക്റ്റാണ് ഈ സ്കാൽപ്പ് സ്ക്രബ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്കാൽപ്പിൽ നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ട്. നല്ല ഡ്രൈ ഫ്ലേക്കി ആയിട്ടിരിക്കുകയാണ്. നിറയെ ഇങ്ങനെ ഡാൻഡ്രഫ് ഇരിപ്പുണ്ട്. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ബോട്ടിൽ നിന്ന് സ്ക്വീസ് ചെയ്യുമ്പോൾ അത് ക്രീം പോലെ പുറത്ത് വരും. നമ്മൾ ഹെയർ പാർട്ടീഷൻ ചെയ്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ടെക്സ്ചർ. വളരെ ക്രീമി സിറം പോലത്തെ ടെക്സ്ചറാണ്. ഒട്ടും ഹെവി അല്ല, ലൈറ്റ് വെയ്റ്റ് ആണ്. എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഈവൻലി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ മസാജ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഷാമ്പു വാഷ് ചെയ്യുക. ഇത് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. നമുക്ക് കാണാം സ്കാൽപ്പിലിപ്പം ഡാൻഡ്രഫ് ഒന്നും ഇല്ല.
നല്ലപോലെ റിമൂവ് ആയിട്ടുണ്ട്. ഇതിപ്പം സിംഗിൾ വാഷിൻ്റെ വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത്. റെഗുലറായിട്ട് യൂസ് ചെയ്താൽ നല്ല വ്യത്യാസം വരുന്നതാണ്. 100 ml ബോട്ടിലിന് 450 രൂപയാണ്. 450 റുപ്പീസേ ഉള്ളൂ. എങ്ങനെ പോയാലും 1-2 മാസം ഇത് ഓടും. അങ്ങനെ പെട്ടെന്നൊന്നും തീരുമില്ല. പിൽഗ്രിമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ buy one get one ഓഫർ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കും. നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും, എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത രീതികൾ എൻ്റെ ഡാൻഡ്രഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ട് എനിക്ക് അറിവില്ല. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നല്ല ഈ ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഡിഫറൻസ് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ ഏതെങ്കിലും സ്റ്റെപ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. സോ ദാറ്റ് മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടും. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, പെയ്ഡ് പ്രൊമോഷൻ ആണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ലെവലിലുള്ള ഒരു വലിയ ആളൊന്നുമല്ല ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് വന്ന പ്രോഡക്റ്റ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോയിൽ വരാം. ബൈ.